ഹനുമാൻ വേണം, യേശു ക്രിസ്തു വേണം, ശ്രീകൃഷ്ണൻ വേണം, പന്നിയിറച്ചി വേണം, ബീഫ് വേണം, പച്ചക്കറി വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോളൂ. പക്ഷെ മറ്റുള്ളവൻ്റെ മേലെ ഇടിച്ചമർത്താൻ ആവശ്യമില്ല. പവർ ചില അള്ളാ വിളിക്കുന്നു, ചില രാമൻ വിളിക്കുന്നു, നബി. നിനക്ക് എന്താണോ ഇഷ്ടം? നിനക്ക് അള്ളാണോ ഇഷ്ടം? നീ ആരാധന അയച്ചോ അല്ല. നിനക്ക് ക്രിസ്തുവിനെ ആരാധിച്ചോ, നീ ക്രിസ്തുവിനെ ആരാധിച്ചോ. നിനക്ക് രാമനോ, നീ രാമനെ ആരാധിച്ചോ. നിനക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. പക്ഷെ ആ മറ്റുള്ളവരുടെ മേലിലേക്ക് എടുത്തു കയറരുത്. ഒന്ന്, രാമൻ്റെ അദ്വൈതം, അതായത് സനാതന ബോധം രാമൻ്റെ, ക്രിസ്തുവിൻ്റെ സ്നേഹം, നബിയുടെ സാഹോദര്യം, അത് മൂന്നും വേണ്ടേ നമുക്ക്? അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എത്ര അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കുകളാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടോ. മതവിശ്വാസം എന്ന് പറയുന്നത് അത് ഓരോ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഏത് ഭക്ഷണം കഴിക്കണമെന്നും ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നൊക്കെ ഓരോ വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് നിഷിദ്ധമാക്കപ്പെട്ട ഒരു ഭക്ഷണം മറ്റുള്ളവർ കഴിക്കുമ്പോൾ അത് പാടില്ല എന്നും, അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ട ഭക്ഷണം ഞാൻ കഴിക്കുമ്പോൾ അവർക്ക് എന്നെ പാടില്ല എന്ന് പറയാനുള്ള യാതൊരു അവകാശവുമില്ല. യഥാർത്ഥത്തിൽ ഒരു മതവിശ്വാസി മറ്റുള്ള മതങ്ങളെ നിന്ദിക്കാനോ അല്ലെങ്കിൽ അനാദരവ് കാണിക്കാനോ പോകത്തില്ല. ഇദ്ദേഹം ഇങ്ങനെയുള്ള ഒരു വീഡിയോയില് ഇങ്ങനെയുള്ള ഒരു വാക്ക് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയുടെ താഴെ കൊടുത്ത കമന്റുകളാണ് വളരെയധികം വേദനിപ്പിച്ചത്. കാരണം അദ്ദേഹത്തെ ഒരു ഭ്രാന്തനായിട്ടും അദ്ദേഹത്തെ മറ്റുള്ള രീതിയിലൊക്കെയാണ് പലരും നോക്കിക്കാണുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കുകളാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇതേ രീതിയിലാണ് അദ്ദേഹം മുണ്ടക്കയിലും ചൂരന്മലയിലും വർഷങ്ങൾക്ക് മുമ്പേ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ പരിഹസിക്കുകയും അതുപോലെ തന്നെ കളിയാക്കുകയൊക്കെ ചെയ്തത്. ഇദ്ദേഹത്തെ കുറിച്ചിട്ട് അറിയുന്നവർക്ക് അറിയാം ഇദ്ദേഹത്തിന്റെ നിഗമനം എന്താണെന്നും ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നും ഒക്കെ. പക്ഷെ പലരും ഇദ്ദേഹത്തെ ഒരു കൊച്ചായിട്ടാണ്, ഒന്നും അറിയാതെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിട്ടാണ് കാണുന്നത്. കാരണം അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്ത പല വീഡിയോയുടെ താഴെ അങ്ങനെയുള്ള രീതിയിലൊക്കെ കമന്റ് കൊടുത്തവരൊക്കെ ഉണ്ട്. ഈ കമന്റ് കൊടുത്തവരാണ് യഥാർത്ഥത്തിൽ ഒന്നും അറിയാത്തവർ എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. അദ്ദേഹം പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, ഇഷ്ടപ്പെട്ട മതവിശ്വാസങ്ങളിൽ അനുഷ്ഠിക്കുക, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുക, അത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എനിക്ക് പന്നിയിറച്ചി നിഷിദ്ധമാണ്, എന്റെ വിശ്വാസം അനുസരിച്ചിട്ട് എനിക്ക് പന്നിയിറച്ചി നിഷിദ്ധമാണ് എന്ന് വെച്ച് പന്നി മാംസം കഴിക്കുന്നവരോട് എനിക്ക് പന്നി മാംസം കഴിക്കാൻ പാടില്ല, എനിക്ക് നിഷിദ്ധമാക്കപ്പെട്ട ഭക്ഷണം നീ എന്തിനാണ് കഴിക്കുന്നത് പറയാൻ എനിക്ക് യാതൊരു അവകാശവുമില്ല. നേരെ മറിച്ച് ഞാൻ ബീഫ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ബീഫ് നിഷിദ്ധമാക്കപ്പെട്ട, അതായത് ബീഫ് കഴിക്കാതൊരു വ്യക്തി എന്നോട് പറയുന്നു നീ ബീഫ് കഴിക്കാൻ പാടില്ല, ഞാൻ കഴിക്കാതൊരു വ്യക്തിയാണ്, അതുകൊണ്ട് ഇനി കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് അവകാശമില്ല. ഞാൻ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു. ഇന്ത്യ മതം എന്നെ പഠിപ്പിക്കുന്നതും മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ എന്റെ മതം ഞാൻ വിശ്വസിക്കുന്ന മതം വിശ്വാസം യാഥാർത്ഥ്യമാകുന്നതാണ്. എന്റെ പ്രവാചകനും എന്റെ ഖുർആനും ഒക്കെ പഠിപ്പിക്കുന്നത് ആ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മതവിശ്വാസി ഒരിക്കലും തന്നെ മറ്റുള്ള മതങ്ങളെ നിന്ദിക്കാനോ അല്ലെങ്കിൽ അനാദരവ് കാണിക്കാനോ പോകത്തില്ല. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? മതത്തിന്റെ ലേബൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വർഗീയപരമായിട്ടുള്ള സമീപനം നടത്തുന്നത്. അത് ഹിന്ദു മതമായാലും ക്രിസ്തു മതമായാലും അല്ലെങ്കിൽ ബുദ്ധമതമായാലും ഇസ്ലാം മതമായാലും അത് ലോകത്തിലെ ഏത് മതങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്നേഹവും സഹോദര്യവും സമാധാനവുമാണ്. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സഹായിക്കുക, പരസ്പരം ബഹുമാനിക്കുകയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മതത്തിന്റെ പേരിൽ വർഗീയതയും മതത്തിന്റെ പേരിൽ ഐക്യങ്ങളൊക്കെ സംഭവിക്കുന്നത്? അതൊക്കെ മുതലെടുക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, അതൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കുബുദ്ധികൾ മാത്രമാണ്. അല്ലാതെ മതം ഒരിക്കലും തന്നെ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. മറ്റുള്ള മതങ്ങളെ നിന്ദിക്കാനോ മറ്റുള്ള മതങ്ങളെ തകർക്കാനോ ഒരു മതങ്ങളും പഠിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്നേഹവും സഹോദര്യവും സമാധാനവുമാണ്. പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത് അത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ചിലവർക്ക് വെജിറ്റബിൾ ഭക്ഷണമായിരിക്കും കൂടുതൽ ഇഷ്ടം, അപ്പൊ അത്തരക്കാർ വെജിറ്റബിൾ ഭക്ഷണം കഴിക്കുന്നു. ചിലവർക്ക് നോൺ വെജിറ്റബിൾ ആയിരിക്കാം, അതായത് മാംസ ഭക്ഷണങ്ങളായിരിക്കാം, അത്തരക്കാർ മാംസ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ഏത് ഭക്ഷണം കഴിക്കുന്നതൊക്കെ തീരുമാനിക്കേണ്ടത് അത് ഒരാളുടെ വ്യക്തിയാണ്. അപ്പൊ ഓരോതാക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പൊ ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള വിശ്വാസങ്ങളെ അടിച്ചമർത്താനോ നിന്ദിക്കാനോ ഒരിക്കലും ആവശ്യമില്ല.
അതുകൊണ്ട് ഈ ശ്രീകുമാർ ചേട്ടനെ പോലുള്ളവരാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. അദ്ദേഹത്തെ കളിയാക്കി മറ്റൊക്കെ ചെയ്യുന്നവര് സ്വയം ഒരു പുനർചിന്തനക്ക് പോകുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങൾ കളിയാക്കുന്നവരുടെ കാളും എത്രയോ കേവലം അറിവും എല്ലാം കൊണ്ടും തികഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു കാഴ്ചപ്പാടാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രകൃതിയോട് വളരെ ഇതായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. മുണ്ടക്കയിലും ചുരന്മലയിലുമൊക്കെ ദുരന്തമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇതേ രീതിയിലുള്ള കളിയാക്കുകളും മറ്റൊക്കെയാണ് അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നത്. പിന്നീടാണ് അത് വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമാകുന്നത്. യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ അദ്ദേഹത്തെ കുറിച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുണ്ടക്കയിലും ചുരന്മലയിലും ഒക്കെ ഇങ്ങനെയുള്ള ഒരു അപകടം സംഭവിക്കുന്നു പറഞ്ഞതായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. അത്രയ്ക്ക് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. നല്ലൊരു അറിവുള്ള ഒരു വ്യക്തിയാണ്, ഒരു അഭിഭാഷകനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു രീതി, ഓരോരാളുടെ പെരുമാറ്റ രീതി, ഓരോരാളുടെ രീതി ആ രീതിയിലായിപ്പോയി. അപ്പൊ ആ രീതി കണ്ടിട്ടാണ് ചിലവർ വിലയിരുത്തുന്നത്. ആ രീതി കണ്ടിട്ടാണ് അദ്ദേഹത്തെ ഒരു ഭ്രാന്തനാക്കി ചിത്രീകരിക്കുന്നത്. അത്തരക്കാരോട് പറയാനുള്ളത്, ഒരിക്കലും തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. അദ്ദേഹം നല്ലൊരു അറിവും വിദ്യാഭ്യാസ യോഗ്യതയും നല്ലൊരു ദീർഘവീക്ഷണവും വ്യക്തിയാണെന്നുള്ള ഒരു ബോധമെങ്കിലും ഇനിയെങ്കിലും ഉണ്ടാകുക.